നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെങ്കിൽ ഈ ലോകപ്രകാരം നാം ജീവിക്കാനുള്ളവരല്ല. ഈ ലോകത്തിനെ അനുരൂപപ്പെട്ട് നാം ജീവിച്ചാൽ നമുക്ക് നിത്യതയിൽ നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധ്യമല്ല. ഈ ലോകം എപ്രകാരമാണ് ഓടുന്നത് അപ്രകാരമേ ഞാൻ ഓടത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഒരു ദൈവത്താൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ദൈവ പൈതൽ, ദൈവത്തിനോട് ചേർന്നിരിപ്പാനും ദൈവവചനം എന്ത് പറയുന്നതും അതനുസരിപ്പാനും നാം ബാധ്യസ്ഥരാണ്. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ദൈവഹിതത്തെ നാം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് രൂപാന്തരം പ്രാപിക്കണം. മനസ്സ് രൂപാന്തരപ്പെടണമെങ്കിൽ ദൈവവചനത്തെ നമ്മൾ രാവും പകലും ധ്യാനിക്കണം. ദൈവവചനത്തെ നാം അനുസരിക്കും തോറും, ദൈവവചനത്തെയോട് ചേർന്നിരിക്കും തോറും നമ്മുടെ മനസ്സ് പുതുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ലോകപ്രകാരം ജീവിക്കാതെ ദൈവഹിതപ്രകാരം ജീവിപ്പാനായിട്ടുള്ള കൃപയും ബലവും ദൈവം നമുക്ക് നൽകും. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.